അമേരിക്കയുടെയും റഷ്യയുടെയും ഉന്നത നയതന്ത്രജ്ഞർ സൗദി അറേബ്യയിൽ. ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ചർച്ചകൾക്കായാണ് യുഎസിന്റെയും റഷ്യയുടെയും നയതന്ത്രജ്ഞർ ഒത്തുകൂടിയത്. തലസ്ഥാനമായ റിയാദിലെ ദിരിയ കൊട്ടാരത്തിലാണ് ചർച്ച നടക്കുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം രാജ്യങ്ങൾ തമ്മിലുള്ള ആദ്യത്തെ ഉന്നതതല യോഗമാണ് ഇത് എന്നതുകൊണ്ട് തന്നെ ഇതിനെ ഏറെ പ്രാധാന്യത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. പുതിയ ട്രംപ് ഭരണകൂടത്തിന്റെ നയങ്ങളോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ കുറിച്ചുള്ള അടിയന്തര ചർച്ചകൾക്കായി യൂറോപ്യൻ നേതാക്കൾ ഇന്നലെ പാരീസിൽ യോഗം ചേർന്നിരുന്നു. യുഎഇയിൽ വിസ സേവനങ്ങൾക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി. റെസിഡൻസി പെർമിറ്റുകൾ നൽകുന്നതിനും പുതുക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനുമുള്ള നടപടിക്രമങ്ങളും അതോറിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനായി യുഎഇ പാസ് ഉപയോഗിച്ച് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പിന്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ സ്മാർട്ട് ആപ്പ് വഴി അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യണമെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കിയത്. റെസിഡൻസി പെർമിറ്റ് നൽകിയതിന്റെ സ്ഥിരീകരണം അപേക്ഷയിൽ രജിസ്റ്റർ ചെയ്ത വിലാസത്തിലേക്ക് ഇമെയിൽ വഴി അയക്കുന്നതായിരിക്കും. എമിറേറ്റ്സ് ഐഡി അംഗീകൃത കൊറിയർ കമ്പനികൾ വഴി കൈമാറുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കസ്റ്റമർ ഹാപ്പിനെസ് സെന്ററുകൾ വഴിയും വിസ സേവനങ്ങൾ ലഭ്യമായിരിക്കും. യുഎഇയിൽ ഏറ്റവും കാര്യക്ഷമമായ പ്രവർത്തനം കാഴ്ചവെച്ച സർക്കാർ സർവീസുകളിൽ നീതിന്യായം, വിദേശകാര്യം, ഊർജം, ഇൻഫ്രാസ്ട്രക്ചർ എന്നീ മന്ത്രാലയങ്ങൾ ആദ്യ 3 സ്ഥാനങ്ങളിൽ. എമിറേറ്റ്സ് പോസ്റ്റ്, ജനറൽ പെൻഷൻ ആൻഡ് സോഷ്യൽ സെക്യൂരിറ്റി അതോറിറ്റി, കായിക മന്ത്രാലയം എന്നിവയാണ് ഇതിൽ ഏറ്റവും താഴെ തട്ടിലുള്ളത്. ഉദ്യോഗസ്ഥ മേധാവിത്വം വെട്ടിക്കുറയ്ക്കുന്നതിൽ വഹിച്ച പങ്കിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്കുകൾ നിർണയിക്കപ്പെട്ടത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 2ാമത്തെ കെട്ടിടമായ ദുബൈയിലെ ബുർജ് അസീസി വിൽപ്പനയ്ക്ക്. നാളെ ലോകത്തിലെ 7 നഗരങ്ങളിൽ വിൽപ്പന നടക്കും. 725 മീറ്റർ ഉയരമുള്ള കെട്ടിടം ദുബായ് കോൺറാഡ് ഹോട്ടൽ, ഹോങ്കോങ്ങിലെ ദി പെനിൻസുല, ലണ്ടനിലെ ദി ഡോർച്ചസ്റ്റർ, മുംബൈയിലെ JW മാരിയറ്റ്, സിംഗപ്പൂരിലെ മറീന ബേ സാൻഡ്സ്, സിഡ്നിയിലെ 4 സീസൺസ് ഹോട്ടൽ, ടോക്കിയോയിലെ പാലസ് ഹോട്ടൽ എന്നിവിടങ്ങളിൽ വെച്ചാണ് വിൽപ്പന നടത്തുന്നതെന്ന് കെട്ടിട ഉടമകളായ അസീസി ഡെവലപ്മെന്റ്സ് അറിയിച്ചു. 2028 ബുർജ് അസീസിയുടെ പണി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. യുഎഇയിൽ ഇന്ന് പരക്കെ നേരിയ മഴ. ഷാർജ, ദുബൈ, അല്ലൈൻ എന്നിവിടങ്ങളിലാണ് നേരിയ മഴ ലഭിച്ചത്. ആകാശം മേഘാവൃതമാണ്. രാജ്യത്ത് പരക്കെ താപനിലയിൽ കുറവുണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചത്. സൗദി അറേബ്യയിലെ റിയാദ് മെട്രോ 2 പുതിയ സ്റ്റേഷനുകൾ കൂടി പ്രവർത്തനം ആരംഭിച്ചു. ഓറഞ്ച് ലൈനിൽ അൽ മർഖബ്, ആയിഷ ബിൻ അബീബക്കർ സ്ട്രീറ്റ് സ്റ്റേഷനുകളാണ് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇതോടെ റിയാദ് മെട്രോയിൽ ആകെ സ്റ്റേഷനുകളുടെ എണ്ണം 85 ആയി. റിയാദ് മെട്രോയുടെ പരമാവധി പ്രതിദിന ശേഷി 36 ലക്ഷം യാത്രക്കാരാണ്. സർവീസ് ആരംഭിച്ച ആദ്യ ആഴ്ചയിൽ തന്നെ 19 ലക്ഷം യാത്രക്കാരാണ് ഇതുവഴി സഞ്ചരിച്ചത്. വയലറ്റ് ലൈനിലാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ളതെന്നാണ് അധികൃതർ അറിയിച്ചത്. കുവൈറ്റ് തൃശൂർ സ്വദേശി ഹൃദയാഘാതം മൂലം അന്തരിച്ചു. പഴയന്നൂർ കൊടവമ്പാടത്ത് വീട്ടിൽ KR രവികുമാറാണ് മരിച്ചത്. 57 വയസ്സായിരുന്നു. 20 വർഷത്തിലേറെയായി കുവൈത്തിൽ പ്രവാസിയായിരുന്നു രവികുമാർ. സ്പെഷ്യലിസ്റ്റ് ടെക്നിക്കൽ സർവീസ് കമ്പനിയിലെ കൺസൾട്ടന്റ് എഞ്ചിനീയർ ആയിരുന്നു. ദുബൈ KMCC കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച കൊണ്ടോട്ടി ഫെസ്റ്റിൽ KMCC മുതുവല്ലൂർ പഞ്ചായത്ത് ഓവറോൾ ചാമ്പ്യന്മാരായി. വാഴക്കാട് പഞ്ചായത്തും കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയും യഥാക്രമം 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ദുബൈ KMCC സംസ്ഥാന സെക്രട്ടറി PV നാസർ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP മുഖ്യാതിഥിയായിരുന്നു. KPA സലാം, R ഷുക്കൂർ, PH ആയിഷ ഭാനു, സിദ്ദീഖ് കാലൊടി, AP നൌഫൽ, അഷ്റഫ് CV, അഷ്റഫ് കൊണ്ടോട്ടി, ഷെരീഫ് മലബാർ, അമീൻ വണ്ടൂർ, ഷിയാബ് ഏർനാട് തുടങ്ങിയവർ ആശംസകൾ നേർന്നു.